യേശു കർത്താവിന്റെ അതിപരിശുദ്ധവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യൻസ് 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കും. 2 കൊരിന്ത്യൻസ് 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഷൂബ് പാസ്റ്റർ വായിക്കുന്നതായിരിക്കും. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കും. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത് അല്ലേ? ഞങ്ങളുടെ ഉള്ളിൽ ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുക്കമുണ്ട്. എന്താണ് ഇടുക്കവും വിശാലവും? വചനത്തെ വചനമായി അക്സെപ്റ്റ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അല്ലെ, വചനത്തിൽ ഇതിനെ മറിച്ചു കളയുന്ന കുറെ വസ്തുതകളുണ്ട്. ആ വസ്തുതകളെ തിരിച്ചറിഞ്ഞാല് എന്താണ് ഈ ഇടുക്കവും വിശാലതയും ഒക്കെ മനസ്സിലാകുകയും. 2 തിമോത്തിയോസ് 2:14-15 2 തിമോത്തിയോസ് 2:14-15 കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്തൃ നാമത്തിലായിരിക്കുന്ന ഒന്നിനോടും തർക്കിക്കാൻ എന്ത് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഞാൻ പറഞ്ഞു, ഒരു സംവിധാനങ്ങൾക്കെതിരെ, ഏതെങ്കിലും ദേവദാസനെതിരെ അല്ലെങ്കിൽ ഏതൊരു ദൈവികമായ പദ്ധതികൾ നിൽക്കുന്നതിനെതിരെ, വ്യക്തിക്കെതിരെയൊക്കെ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഭാഗമായി നിങ്ങൾ മാറരുത്. നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു വിഷയങ്ങളെ കുറിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ സംസാരിക്കരുത്. ഹല്ലേലൂയ. ചിലടത്ത് ഭയങ്കര തർക്കമാണ്, വാഗ്വാദമാണ്. ഒരു ഗുണവും ചെയ്യാത്ത ഈ വാഗ്വാദങ്ങളിൽ നിന്നും മറിച്ചു കളയുന്ന ഉപദേശങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകണം. മനസ്സിലാക്കി രാമൻ പറഞ്ഞാട്ട് അതിന്റെ 14-15 വായിച്ചു. സത്യവചനത്തെ യഥാർത്ഥമായി കേട്ടോ, എന്താ ചെയ്യേണ്ട? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് എങ്ങനെയുള്ള വേലക്കാരനായിരിക്കണം? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കണം. ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കണം. ലജ്ജിപ്പാൻ ഇടവരരുത്. അതിനെന്ത് ചെയ്യണം? ദൈവവചനമായിരിക്കണം പ്രസംഗിക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്ന്, നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ വിശ്വാസ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന്, ആ ഭക്തിയിൽ നിന്ന് നിങ്ങളെ മറിച്ചു കളയുന്ന ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്? തിരിയരുത്. ഒരാമയും പറഞ്ഞാട്ട്. ഓക്കെ, റോമൻസ് 5:17-19 വരെ വായിച്ചാട്ടെ. റോമൻസ് 5:17-19 വരെ. എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. മരിച്ചിട്ട് പോയി വാഴുന്ന കാര്യമല്ല, ജീവനിൽ നിങ്ങൾ വാഴും. കേട്ടോ, അതിന് വ്യാഖ്യാതാക്കള് നിത്യജീവൻ എന്ന വിഷയത്തിലേക്ക് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിനക്ക് ഇവിടെ തന്നെ ജയകരമായൊരു ജീവൻ ദൈവം തരും. നിത്യജീവൻ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിക്കുകയെന്ന് നിശ്ചയിക്കും. ഹല്ലേലൂയ. ഇറ്റേണൽ ലൈഫ് നിങ്ങളെ എവിടെയാക്കിയിരിക്കുന്നു അവിടെ ജയകരമായൊരു ജീവൻ നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾക്ക് ഇവിടെ പട്ടിണിയും കഷ്ടതയും ദാരിദ്ര്യവും, ഹല്ലേലൂയ, നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശകരമായ അനുഭവങ്ങളോ ഒരു വിടുതലോ മാറ്റമോ ഒന്നും ഉണ്ടാകാതെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന തിയറിയല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവും. കാരണം ജീവനിൽ വാഴുവാൻ എന്റെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. എന്റെ ബേസ് എന്താണ്? കൃപ. ഏകന്റെ ലംഘനത്താൽ മരണം വന്നു, പാപം വന്നു. എന്നാൽ കൃപയുടെ ഉടമസ്ഥനായ യേശുക്രിസ്തു നിമിത്തം കൃപയും ജീവനും നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യൻസ് 1:7 വായിച്ചാണ്. അവരിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. ഇവിടെ റോമൻസ് 5:17-19 വരെ വായിച്ചിട്ടില്ല, പൂർണ്ണമായില്ല. ആ ഭാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ അതിലേക്ക് കടന്നത്. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ
എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുത്തത്രേ നിങ്ങളായിരിക്കുന്നത്. നിങ്ങളെ പിന്നെയും പാപത്തിൽ തുടരാനല്ല, ജീവന്റെ, വിശുദ്ധിയുടെ, നീതിയുടെ അടയാളമായി നിങ്ങളെ മാറ്റേണ്ടതിന് അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിക്രമങ്ങളുടെ മോചനം എങ്ങനെ ഉണ്ടാകുന്നു? ത്രൂ ഹിസ് ബ്ലഡ്, അവന്റെ രക്തത്താൽ ഉണ്ടാകും. അത് പൂർണ്ണമായും റോമൻസ് 5:9. നമ്മൾ റോമൻസ് 5:17-19 വായിച്ചത്. റോമൻസ് 5:9 വായിച്ചാൽ റോമൻസ് 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന്, അവന്റെ കോപത്തിൽ നമുക്ക് രക്ഷപ്പെടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവക്രോധം ഒഴിഞ്ഞു പോകുന്നവൻ ആറവിൽ നിന്നാണ് ദൈവക്രോധം ഒഴിഞ്ഞു പോകുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനം. ഹല്ലേലൂയ. മനസ്സിലാക്കിയ കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചാണ്. സ്തോത്രം. അപ്പൊ അതിക്രമങ്ങളുടെ മോചനം, വിടുതൽ എങ്ങനെ ഉണ്ടാകുന്നു? ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം ഉണ്ടാകും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് 12 പേരെ തിരഞ്ഞെടുക്കുന്നു അല്ലേ? ലൂക്കോസ് 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ശക്തിയും അധികാരവും നൽകും. പവർ ആൻഡ് അതോറിറ്റി അവരുടെ ജീവിതത്തിൽ സപ്ലൈ ചെയ്തു. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിൽ കാണുന്നു, അവൻ വേറെ 70 പേരെ തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് ജാതികളിൽ നിന്നായിരുന്നു അല്ലേ? അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്തൃനാമത്തിൽ ചെയ്തെടുത്തു. അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. എന്താണ് ആ ഉറപ്പ്? ലൂക്കോസ് 10. എന്താ ഉറപ്പ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. കേട്ടോ, അവയൊന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. എന്താ? പാമ്പുകളെയും തേളുകളെയും എന്ന് പറഞ്ഞാൽ നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന സകലത്തെ ചവിട്ടുവാൻ, അതിന്റെ മുകളിലൂടെ നടക്കുവാൻ, അവനെ ചവിട്ടി മെതിച്ച് മുന്നേറുവാൻ എന്റെ ദൈവം നിനക്ക് കൃപ പകർന്നിരിക്കുന്നു. നീ ആയിരിക്കുന്നത് നിന്റെ നീതിയുടെ, നിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി തികച്ചവന്റെ കൃപയാലാണ്. ഒരു പ്രവൃത്തി ക്രൂശിൽ നിനക്ക് വേണ്ടി പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ക്രൂശിലെ മൊഴികൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവസാനത്തെ മൊഴി എന്തായിരുന്നു? തെറ്റലസ്റ്റായി സകലതും നിവൃത്തിയായപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഏറ്റെടുത്ത് ഈ ഭൂമണ്ഡലത്തിൽ നിവർത്തീകരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ മഹത്വത്തെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളകത്തുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്ക്, ഒരു ദുരാത്മ ബന്ധനങ്ങൾക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ആ ബോധ്യമുള്ള കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവമാകുന്ന ഏറ്റെടുത്താണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയ പിതാവേ, കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അങ്ങയുടെ കൃപയിലാണ്. ഞങ്ങളെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ദൈവമേ, അങ്ങയുടെ രക്തത്തിൽ ഞങ്ങൾ പൂർണ്ണമായ ആശ്രയം വെക്കും. ഹല്ലേലൂയ. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരിക. ക്ഷീണിതരായവരെ എൻ്റെ അടുക്കൽ വരിക. ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക. ഹല്ലേലൂയ. ചട്ടങ്ങളും പ്രമാണങ്ങളും കൊണ്ട് തലപൊക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മതത്തിന്റെ ചട്ടക്കൂട്ടിൽ കിടന്ന് അലയുന്ന ജനമേ, എന്റെ അടുക്കൽ വരുവീൻ. അവൻ നിങ്ങളെ വിളിക്കുക. നിന്നെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് അവന്റെ രാജ്യത്തിൽ അവനെ ഉറപ്പിക്കും. നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് കേട്ട വചനം സകലരുടെയും ജീവിതത്തിൽ നന്മയ്ക്ക് മുഖാന്തരം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ അവൻ മതിയായവനത്രേ. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.